US പ്രസിഡന്റ് പദവിയിലേക്ക് തിരിച്ചെത്തിയതിന് പിന്നാലെ ട്രംപ് മുന്നോട്ട് വെച്ച പല പ്രഖ്യാപനങ്ങളും വലിയ രീതിയിൽ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിരുന്നു. കാനഡയെ 51ാമത് US സ്റ്റേറ്റ് ആക്കുമെന്നും ഗസ USന്റെ അധീനതയിലാക്കുമെന്നും ഒക്കെയുള്ള പ്രഖ്യാപനങ്ങൾക്ക് പക്ഷേ വലിയ വിലയും കൊടുക്കേണ്ടി വന്നു. അന്താരാഷ്ട്ര തലത്തിൽ വലിയ വിമർശനങ്ങളും പരിഹാസങ്ങളുമാണ് അമേരിക്ക നേരിട്ടത്. ഇതിനിടെ ഗ്രീൻലാൻഡ് വാങ്ങുമെന്ന പ്രഖ്യാപനവും ട്രംപ് നടത്തി. വിമർശിച്ച് നേരെയാക്കാനുള്ള ശ്രമം നടക്കില്ല എന്ന് കരുതിയിട്ടാവണം ട്രംപിന് അതേ നാണയത്തിൽ തന്നെ മറുപടി നൽകിയിരിക്കുകയാണ് ഡെൻമാർക്ക്. US-ൽ നിന്ന് കാലിഫോർണിയ വിലയ്ക്ക് വാങ്ങാനുള്ള ക്യാമ്പയിന് ഡെൻമാർക്കിൽ ഒരു കൂട്ടം ചെറുപ്പക്കാർ തുടക്കമിട്ടിരിക്കുകയാണ്. ക്യാമ്പയിനിന്റെ ഭാഗമായി കാലിഫോർണിയ വാങ്ങാനുള്ള പെറ്റീഷനിൽ ഇതുവരെ 2 ലക്ഷം ഡെൻമാർക്ക് പൗരന്മാർ ഒപ്പിട്ട് കഴിഞ്ഞു. ഞങ്ങളുടെ സ്ഥലം വാങ്ങാൻ നോക്കിയാൽ നിങ്ങളുടെ സ്ഥലം ഞങ്ങളും വാങ്ങുമെന്നതാണ് ഇവരുടെ നിലപാട്. ഡെൻമാർക്കിഫിക്കേഷൻ പെറ്റീഷൻ എന്നാണ് ഈ പ്രചാരണത്തിന്റെ പേര്. ലെറ്റ്സ് ബൈ കാലിഫോർണിയ ഫ്രം ട്രംപ് എന്നും മേക്ക് കാലിഫോർണിയ ഗ്രേറ്റ് അഗൈൻ എന്നുമൊക്കെയാണ് ക്യാമ്പയിനിലെ പ്രധാന ഹാഷ്ടാഗുകൾ. അപേക്ഷയിലെ ചില പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ്. ഡെൻമാർക്കിന് ഇനി എന്താണ് ആവശ്യം? കുറച്ചു കൂടുതൽ സൂര്യപ്രകാശം, നീണ്ട പനകൾ, റോളർ സ്കേറ്ററുകൾ എന്നിവയാണെന്നും ട്രംപിൽ നിന്ന് കാലിഫോർണിയ വാങ്ങണമെന്നുമൊക്കെയാണ് ആഹ്വാനം. US-ലെ ഏറ്റവും മോശം സ്റ്റേറ്റ് എന്ന് വിശേഷിപ്പിച്ച ട്രംപിന് കാലിഫോർണിയ വലിയ താല്പര്യമൊന്നുമില്ലെന്നും ഡെൻമാർക്കിൽ പ്രചാരണമുണ്ട്. ഡാനിഷ് മീഡിയ ഫ്രാഞ്ചൈസായ ഹ്യൂഗോയെ ഹോളിവുഡിന്റെ ഭാഗമാക്കും, ബെവർലി ഹിൽസിൽ ബൈക്ക് ലെയിനുകൾ ഉണ്ടാക്കും എന്നിങ്ങനെ നിരവധി പദ്ധതികളാണ് ഡാനിഷ് യുവാക്കൾ പുറത്തുവിട്ടിരിക്കുന്നത്. ട്രംപിന് നല്ല വില കിട്ടിയാൽ കാലിഫോർണിയ വിൽക്കുമെന്ന് ഉറപ്പാണെന്നും അവർ പറയുന്നു. ട്രംപും കാലിഫോർണിയ ഗവർണർ ഗാവിൻ ന്യൂസോമും തമ്മിൽ അത്ര നല്ല ചേർച്ചയിലല്ല. ട്രംപ് രണ്ടാമതും പ്രസിഡന്റ് ആയത് ഗാവിൻ ന്യൂസോമിന് തലവേദനയായിരിക്കുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ. ട്രംപിന്റെ കുടിയിറക്കൽ നയങ്ങൾക്കെതിരെ പോരാടാൻ $50 മില്യൺ സംസ്ഥാനത്തിന് വകയിരുത്തിയിരുന്നു ഇദ്ദേഹം. പിന്നാലെ കാട്ടുതീയുടെ പശ്ചാത്തലത്തിൽ പ്രഖ്യാപിച്ച ധനസഹായം നിർത്തിവെക്കുമെന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തി. ഇതിന്റെ അസ്വാരസ്യങ്ങൾക്കിടെയാണ് ഇപ്പോൾ നല്ല അവസരമാണെന്ന് പ്രഖ്യാപിച്ച് ഡെൻമാർക്കിന്റെ സറ്റേറിക്കൽ പെറ്റീഷൻ. ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ $1 ലക്ഷം കോടി കണ്ടെത്താനാണ് ക്യാമ്പയിൻ ശ്രമിക്കുന്നത്. കാലിഫോർണിയക്കാരും ഡെൻമാർക്കുകാരും അപേക്ഷയിൽ ഒപ്പിട്ടിട്ടുമുണ്ട്. 5 ലക്ഷം ഒപ്പുകളാണ് ലക്ഷ്യം. ഇതിനിടെ പെറ്റീഷന് കാലിഫോർണിയ സ്റ്റേറ്റ് സെക്രട്ടറി ഷെർലി വെബ്സ്റ്റർ അനുമതി നൽകിയെന്നും റിപ്പോർട്ടുകളുണ്ട്. US-ൽ നിന്ന് പൂർണ്ണമായും വിട്ട് 2028ഓടെ ഒരു സ്വതന്ത്ര സംസ്ഥാനമായി ഇലക്ഷനിൽ മത്സരിക്കാനാണ് കാലിഫോർണിയയുടെ തീരുമാനമെന്ന് ദ ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്തിരുന്നു. സാമ്പത്തിക സുരക്ഷയ്ക്കായി US-ന് സ്വയംഭരണ പ്രദേശം സംരക്ഷിക്കേണ്ടതുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി 2019 മുതൽ ഗ്രീൻലാൻഡ് വാങ്ങണമെന്ന ആവശ്യം ട്രംപ് ഉന്നയിക്കുന്നുണ്ട്. എണ്ണയും ഇന്ധനവും മറ്റ് അസംസ്കൃത വസ്തുക്കളും അടക്കം ഗ്രീൻ ടെക്നോളജിക്ക് വേണ്ടതെല്ലാം ഗ്രീൻലാൻഡിലുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. 8 ലക്ഷം സ്ക്വയർ മൈലുകളായി ഏകദേശം 31,400 മില്യൺ ബാരൽ ഓയിലും 148 ട്രില്യൺ ക്യൂബിക് ഫീറ്റ് നാച്ചുറൽ ഗ്യാസും ഉണ്ടെന്നായിരുന്നു US ജിയോളജിക്കൽ സർവേയുടെ റിപ്പോർട്ട്. പ്രസിഡന്റ് ആയതിനു പിന്നാലെ ഗ്രീൻലാൻഡിന്റെ അധികാരം US ഏറ്റെടുക്കുമെന്ന് ട്രംപ് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് വലിയ വിമർശനങ്ങളാണ് ആഗോളതലത്തിൽ ഉയർന്നത്. ഗ്രീൻലാൻഡ് വിൽപ്പനയ്ക്കുള്ളതല്ല എന്ന് ഡാനിഷ് പ്രധാനമന്ത്രി മെറ്റെ ഫ്രെഡറിക്സൺ ഒരു ചാനലിൽ പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇതിനിടെ ഞങ്ങൾക്ക് അമേരിക്കക്കാരും ആകേണ്ട ഡാനിഷുകാരും ആകേണ്ട ഗ്രീൻലാൻഡിന്റെ ഭാവി ഗ്രീൻലാൻഡ് തീരുമാനിക്കുമെന്നൊക്കെ പറഞ്ഞ് ഗ്രീൻലാൻഡിന്റെ പ്രധാനമന്ത്രി മ്യൂട്ട് ബി എഗേഡുമെത്തി. ഇതിന് പിന്നാലെയാണിപ്പോൾ കാലിഫോർണിയ വാങ്ങാൻ മുന്നിട്ട് ഡെൻമാർക്കുകാരുടെ അപേക്ഷ. എന്നാൽ കാലിഫോർണിയ വാങ്ങാനുള്ള ഡെൻമാർക്കുകാരുടെ പ്ലാൻ തമാശയാണെങ്കിലും US-ന് ഇത് അങ്ങനെയല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. കഴിഞ്ഞ ദിവസം ഒരു റിപ്പബ്ലിക്കൻ പ്രതിനിധി പറഞ്ഞത് ഗ്രീൻലാൻഡ് വാങ്ങാനുള്ള ബിൽ സഭയിൽ അവതരിപ്പിച്ചു എന്നാണ്. ഗ്രീൻലാൻഡിന്റെ പേര് റെഡ്, വൈറ്റ് ആൻഡ് ബ്ലൂ ലാൻഡ് എന്നാക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു ഇദ്ദേഹം.